ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം 1 തിമോത്തിയോസ് 2:5-6. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞു ദൈവം ഒരുവനേ ഉള്ളൂന്നും, ദൈവത്തിൻ്റെയും പാപികളായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധനായിരിക്കും ദൈവത്തിൻ്റെയും പാപികളായിരിക്കും നമുക്കും ഇടയിലായിട്ട് ഒരു മധ്യസ്ഥൻ ഇറങ്ങി വന്നു. അവരെന്താണ് ചെയ്തത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി വീണ്ടെടുപ്പ് വിലയായിട്ട്, മറുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയായിട്ട് സ്വന്തം ജീവനെ കൊടുത്ത, തന്നെത്താൻ കൊടുത്ത എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ ക്രൂശിൽ അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തുയേശു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ മനുഷ്യനായിട്ടാണ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത്. അതായത് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ എത്ര ചെയ്തു. സമുദ്രത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. 5 അപ്പം കൊണ്ട് അവൻ 5000 പേർക്ക് എന്താണ് ഭക്ഷണം കൊടുത്തു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ഇതെല്ലാം ക്രിസ്തുവിലുള്ള ദൈവത്വമാണ്, ദൈവത്വത്തിൻ്റെ അധികാരത്തിലാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ നിലവിളിക്കുന്നുണ്ടല്ലോ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു ഒരിക്കൽ പോലും പിതാവിനെ ദൈവമെന്ന് വിളിച്ചിട്ടില്ല. ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് എല്ലായിടത്തും പറഞ്ഞത്. എന്നാൽ ഈ ക്രൂശിൽ വെച്ച് അവൻ ഒരിക്കലായിട്ട് മാത്രം ഈ ദൈവത്തെ, പിതാവിനെ ദൈവമെന്ന് വിളിക്കുക. എന്താണെന്നറിയാമോ? ഈ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് ഒരു പുത്രന്റെ അധികാരത്തോടു കൂടി അല്ല പറയും. ദൈവികത്വം കംപ്ലീറ്റ് വിട്ടിട്ട് താൻ എന്താണ്, എൻ്റെ പാപമേറ്റത് വഴി എനിക്ക് പകരക്കാനായിട്ട് ശിക്ഷ അനുഭവിക്കുന്ന വെറും ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പോൾ ക്രൂശിൽ അവൻ തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ അവൻ വെറും ഒരു മനുഷ്യനായിട്ടാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിട്ട് മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാറിയ ഏക അവസരം ഈ ക്രൂശിലാണ്. അവൻ നമ്മുടെ പാപങ്ങളെ, കാരണം ദൈവത്തിൽ എന്താണ്, പാപം ചെല്ലത്തില്ല. ദൈവം വിശുദ്ധനാകും വെളിച്ചവുമായതുകൊണ്ട് നമ്മുടെ ഇരുട്ട് ദൈവത്തിൽ എന്താണ് പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനൊരു മനുഷ്യനായിട്ട് അവിടെ തീർന്നു. നമ്മുടെ പാപങ്ങളെ ചുമക്കണമെങ്കിൽ അവനൊരു മനുഷ്യനായിട്ട് തീർന്നേ പറ്റൂ. അപ്പോൾ ഈ ക്രൂശിലാണ് യേശുക്രിസ്തു സമ്പൂർണ്ണനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തീർന്നത്. തൻ്റെ ദൈവികത്വം വിട്ട് തന്നെത്താൻ താഴ്ത്തി, അവൻ ക്രൂശിലെ അനുസരണത്തോളം എന്താണ് തന്നെത്താൻ താഴ്ത്തി എന്നവിടെ പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കേണ്ടതിന് ഒരു മനുഷ്യനായിട്ട് താഴ്ന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു എന്ന് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമല്ല. പിന്നെ എന്താണ്, ഇപ്പോൾ ന്യായകർത്താവായിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, ഒരു ജഡ്ജി ആയിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ എൻ്റെ പാപം ചുമന്നപ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുന്ന വെറും ഒരു മനുഷ്യനായിട്ട് ഇവൻ താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ മേളിൽ പറയുന്നു ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അപ്പോൾ ഈ യേശുക്രിസ്തു ഇങ്ങനെ തന്നെത്താൻ താഴ്ത്തിയ ഒരു മനുഷ്യനായിട്ട് തീരേണ്ട കാര്യം എന്താണ്? അതായത് മനുഷ്യന്റെ പാപം മുഖാന്തരം നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ ശത്രുത്വമാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ശത്രുത്വമില്ല, പക്ഷെ നമ്മുടെ പാപത്തിൽ അവൻ ശത്രുത്വമാണ്. ആ പാപം നമ്മൾ വഹിക്കുന്നതുകൊണ്ട് അത് വഹിക്കുന്നവനുമായിട്ട് ദൈവത്തിന് കൂട്ടായ്മയുമില്ല. അപ്പോൾ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കണമെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് തീർന്ന ഈ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന്, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ നിയമത്തിന് മുമ്പിൽ എൻ്റെ പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അത് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഇനി എന്താണ്, എൻ്റെ മേലെ ശിക്ഷാവിധിയില്ല. ആ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ശിക്ഷയേറ്റത് വഴി, അത് വിശ്വസിച്ചത് വഴി ഇനിയും ദൈവത്തിന്റെ കോടതിക്ക് എന്നെ ശിക്ഷിപ്പാനും കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥനായിട്ട് ക്രിസ്തു വന്നത്. ഈ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് വേറെ ഒത്തിരി മധ്യസ്ഥന്മാരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതെല്ലാം പോഷത്വമാണ്, ബൈബിളുള്ള കാര്യവുമല്ല. അതൊക്കെ സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയിട്ട് നരകാഗ്നിയിലേക്ക് പോകുവാനുള്ള അവരുടെ വഴികളാണ്. അതിനെപ്പറ്റി കൂടുതലൊക്കെ ഞാൻ അടുത്തടുത്ത പല വീഡിയോകളായിട്ട് വിശദീകരിച്ചോളാം. എന്നാൽ നോക്ക് പ്രിയരെ, ഇത് ഈ തിമോത്തിയോസിന് ഇത് എഴുതുമ്പോൾ അതിന്റെ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 അധ്യായം 1 വാക്യം തൊട്ട്, എന്നാൽ സകല മനുഷ്യർക്കും സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ഇതിന്റെ 1-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണം. എന്തിന്? അവർ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല ജാതി മതസ്ഥരും എന്തറിയണം? യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടല്ലാതെ അവർക്ക് രക്ഷയില്ലാത്തത് കൊണ്ട് ആ സകല ജാതികളോടും ഈ രക്ഷയുടെ ദൂത് നമ്മൾ അറിയിക്കേണ്ട ആവശ്യമാണ്. വെച്ചാൽ പാപമോചനം നേടി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവ
ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാരായിരിക്കുന്ന ജനങ്ങള്, ആ ദൈവമക്കള് സകല മനുഷ്യരോടും സുവിശേഷം ഘോഷിക്കണമെങ്കിൽ ഭരണവർഗം നമുക്ക് അനുകൂലമായിട്ട് തീരണം. അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നമ്മുടെ സുവിശേഷത്തെ അവർ അടിച്ചമർത്തുമ്പോൾ ഇവിടെ എന്താ വിഷയം എന്നറിയാമോ? ജാതികൾ നമ്മുടെ വായിൽ നിന്ന് സുവിശേഷം കേൾപ്പാൻ സാധ്യമല്ലാതായിരിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് അവർ സുവിശേഷം കേൾക്കാതെ എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ നരകവിധിയിലേക്കല്ലേ പോകുന്നത്? അവർ ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ആരായാലും അവർ നരകവിധിയിലേക്കാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടല്ലാതെ മരിക്കുകയാണെങ്കിൽ. അപ്പൊ സകല ജാതി മതസ്ഥരോടും നമ്മൾ സ്വസ്ഥതയും സാവധാനവുമുള്ള ഈ സുവിശേഷം അറിയിക്കണമെങ്കിൽ അധികാരവർഗം നമ്മുടെ സുവിശേഷത്തെ എതിർക്കുവാൻ പാടില്ല. എന്നാൽ അധികാരവർഗം ആരാണ്? അത് നമ്മുടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, അധമന്മാരെയാണ് ദൈവം അവിടെ രാജഭരണത്തിലിരിക്കുന്നത്. കാരണം അധികാരമോഹം ആർക്കുള്ളതാണ്? അധമന്മാർക്കുള്ളതാണ്. അധമന്മാരാണ് ഈ രാജ്യത്വത്തിലേക്ക് വരുന്നത്. അവരുടെ ഹൃദയം എല്ലായ്പ്പോഴും ആർക്കെതിരാണ്? സത്യദൈവമായിരിക്കുന്ന കർത്താവിനെതിരാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന് എല്ലാ ഭരണാധികാരികളും എതിർക്കും. അത് കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും ശരി, കോൺഗ്രസ് ഭരണമായാലും ശരി, BJP ആയാലും ശരി, അധികാരത്തിൽ ഇരിക്കുന്ന ഏവനും എന്താണ്? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനോട് മറുത്തു നിന്നിട്ടേ ഉള്ളൂ പ്രിയരെ. കാരണം എന്താണ്? അധമന്മാരെയാണ് ദൈവം രാജസ്ഥാനത്ത് ഇരുത്തിക്കുന്നത്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തോട് അവരുടെ ഹൃദയത്തിലെ ഇരുട്ട് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഇവർ രക്ഷിക്കപ്പെടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താണ്? ഇവരുടെ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് സുവിശേഷത്തിനെതിരെ അവർ തിരിയല്ല. കോടതിയായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ശരി, ഭരണതലത്തിൽ ഇരിക്കുന്നവരായാലും ശരി, സുവിശേഷകന്മാർക്കെതിരെ കള്ള കേസുകൾ എടുക്കുകയും അവരെന്താണ്? നമ്മൾ മറ്റുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും മറ്റ് കള്ള കേസുകൾ കുടിക്കുകയും കൊണ്ട് അനേകർ ഇന്നും ജയിലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താണ്? സുവിശേഷത്തിന് തടസ്സം വരികയാണ്. അതുകൊണ്ട് എന്താണ്? സുവിശേഷം തടസ്സപ്പെടുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട അനേക ജനങ്ങളും നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. ഈ കേസ് എടുക്കുന്നവരും കള്ളസാക്ഷ്യം പറയുന്നവരും എല്ലാം നരകാഗ്നിയിലേക്ക് ഒടുങ്ങിയാണ്. നമ്മൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം, എന്ന് വെച്ചാൽ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹം, ക്രൂശ് മരണത്തെപ്പറ്റി അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന അധികാരവർഗങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വെളിച്ചം അയച്ചിട്ട് അവരുടെ ഹൃദയം നമുക്ക് അനുകൂലമാക്കി തീർത്ത് സകല ജാതികളോടും സുവിശേഷം അറിയിപ്പാൻ നമ്മളെ എന്താണ്? സ്വാതന്ത്ര്യം നൽകി തരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളത്, പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ദൈവമക്കളുടെ അപേക്ഷ അങ്ങ് ചെന്നിട്ടല്ലാതെ ദൈവം ഈ കാര്യത്തിൽ പ്രവർത്തിക്കത്തില്ലെന്നുള്ള സത്യവും നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്ന ഒന്നാമത് ഇതാണ് ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്നാമത് പ്രാർത്ഥിക്കേണ്ട വിഷയം സകല അധികാരവർഗങ്ങളുടെ ഹൃദയത്തിൽ, സകല അധികാരികളുടെ ഹൃദയത്തിൽ ദൈവമേ, നീ ഒരു വെളിച്ചം അയക്കണമേ. നിന്റെ സുവിശേഷം സകല ജാതികളെയും ഞങ്ങൾ അറിയിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുവാൻ അവരുടെ ഹൃദയം ഒരിക്കലും ഇറങ്ങി വരല്ല. അവരുടെ ഹൃദയം ഒരിക്കലും നമുക്കെതിരെ നിൽക്കുവാൻ ഇടവരാത്തവണ്ണം ദൈവം വെളിച്ചം അയക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അത് നമ്മുടെ കർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രസാദകരമാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ദൈവത്തിന് പ്രസാദകരം. ആ മൂന്നാമത്തെ വകை അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന പ്രാർത്ഥന എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഇന്നു മുതലൊരു കാര്യം ചെയ്യാം. സകല അധികാരവർഗത്തിനും വേണ്ടി അവരെ ഹൃദയം സുവിശേഷം അനുവദിച്ചു തരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.